അമൃതേശ്വരേ നമഃ. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഈ ശ്ലോകം കേൾക്കാത്ത ഭാരതീയരില്ല. നാം ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ചൊല്ലുന്ന ശ്ലോകം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 24-ാമത്തെ ശ്ലോകമാണിത്. അർപ്പണം ബ്രഹ്മമാണ്, ഹവിസും ബ്രഹ്മം, അഗ്നിയും ബ്രഹ്മം, ഹോമിക്കുന്നവനും ബ്രഹ്മം, ഹോമക്രിയയും ബ്രഹ്മം. ഇങ്ങനെ കർമ്മങ്ങളിൽ സർവത്ര ബ്രഹ്മത്തെ കാണുന്നവർ ഒടുവിൽ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങളും ബ്രഹ്മത്തിന്റെ ആരാധനകളാണ്. അങ്ങനെയിരിക്കെ ബ്രഹ്മകർമ്മ സമാധി കൊണ്ട് യുദ്ധത്തെ പോലും ബ്രഹ്മയജ്ഞമാക്കി മാറ്റാം എന്നാണ് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നത്. പുരാതന രാജർഷിമാരെല്ലാം തന്നെ ബ്രഹ്മയജ്ഞമായി കണ്ടിട്ടാണ് രാജഭരണം നിർവഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതിലൂടെ മുക്തി പ്രാപിക്കുകയും ചെയ്തു. ഇത് പറയുമ്പോൾ ഓർക്കണ ഒരു കഥയുണ്ട്. ഒരു സന്യാസ ശ്രേഷ്ഠന് എപ്പോഴും പേപ്പർ വായിക്കാൻ മോഹം തോന്നുകയാണ്. എന്തുകൊണ്ടാണ് ഈ ആഗ്രഹമെന്ന് വിചിന്തനം ചെയ്തപ്പോഴാണ് മനസ്സിലായത്. സന്യാസവര്യന് ഭക്ഷണം പാകം ചെയ്യുന്ന ആൾ ഒരു കയ്യിൽ പേപ്പറും വെച്ചുകൊണ്ടാണ് ഈ കർമ്മത്തെ അനുഷ്ഠിച്ചിരുന്നത്. അപ്പോൾ പാചകക്കാരൻ്റെ ചിന്താതരംഗങ്ങൾ ഭക്ഷണത്തിലൂടെ പകർന്ന് സന്യാസ ശ്രേഷ്ഠനിലെത്താണ്. കർമ്മഗതി വളരെ സൂക്ഷ്മമാണെന്ന് മനസ്സിലായില്ലേ? മന്ത്രം ചൊല്ലി ഭക്ഷണം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും ഒരുമിച്ചിരുന്ന അർപ്പണ മനോഭാവത്തിൽ കഴിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. അർജുനന്റെ വിനയവും പൂർണ്ണ സമർപ്പണവും വലിയൊരു യുദ്ധത്തെ പോലും യജ്ഞമാക്കി മാറ്റി. എന്നാൽ ദക്ഷ പ്രജാപതിയുടെ അഹങ്കാരോ അദ്ദേഹം നടത്തിയ യജ്ഞത്തെ പോലും യുദ്ധത്തിൽ കലാശിക്കാനുണ്ടായത്. കർമ്മത്തിൽ ശുദ്ധി വളർത്തുക എന്നർത്ഥം. ഓം അമൃതേശ്വരി നമഃ.